അഷിക്, ഞാൻ ജീവിക്കുന്നത് ഒരു മതേതര രാഷ്ട്രത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന മുദ്രകളിലൊന്നാണ് സെക്കുലറിസം. സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണ പൊതുമേഖലകളിൽ മതവും രാഷ്ട്രീയവും രണ്ടായി നിലനിൽക്കണം എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ മതത്തിന് ഇടപെടാനുള്ള അവകാശ അധികാരങ്ങളില്ല. അങ്ങനെ ഒരു നാട്ടിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്മേൽ നടത്തുന്ന പരിഷ്കരണങ്ങൾ മതസംഘടനകളോട് ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷമല്ല മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. അത് കൃത്യമാണ്, വ്യക്തമാണ്. അതാണ് മതേതരത്വത്തിൻ്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മുൻപുണ്ടായിരുന്ന നിരവധി കോടതി ഉത്തരവുകളുടെയും വിദ്യാഭ്യാസ ബില്ലിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 220 ദിവസങ്ങൾ അഥവാ 1100 മണിക്കൂർ പഠന സമയം ഉണ്ടാവേണ്ടതുണ്ട് എന്ന്, അത് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശം, അത് കോടതിയുടെ ഉത്തരവിൻ്റെ പിൻബലത്തോടു കൂടി വന്നൊരു പുതിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും അധികമായി ക്ലാസ്സുകൾ എടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം തന്നെ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന സംഘടനയാണ് സമസ്ത ജമിയത്തുൽ ഉലമ നേതൃത്വം അപ്പാടെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഇടയുകയും അവർ ചർച്ചകൾ വേണമെന്നൊക്കെ ആവശ്യപ്പെടുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം ഇത് സംസ്ഥാന സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുകയും അവർ കൃത്യമായി സമരത്തിനിറങ്ങാൻ പോവുകയാണെന്നും പറയുന്നുണ്ട്. ആഷിക്കിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഇവിടെ നോക്കൂ, സമസ്ത മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ മദ്രസയുമായി ബന്ധപ്പെട്ടാണ്. മദ്രസകളിൽ വിദ്യാർത്ഥികൾ മതപഠനത്തിനായി പോകുന്ന ഒരു സമയം 6 മണി മുതൽ 8 മണി വരെയുള്ള ഒരു സമയമാണ്. 2 മണിക്കൂർ സമയമാണ് അവർ ഈ മതപഠനത്തിനുമായി ചെലവഴിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച ദിവസം അവധി, ബാക്കി എല്ലാ ദിവസവും മതപഠനത്തിനായി വിദ്യാർത്ഥികൾ മദ്രസകളിലേക്ക് പോകുന്നുണ്ട്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ എക്സ്ട്രാ ക്ലാസ്സുകൾ കൂടി എടുത്താണ് അവരുടെ സിലബസ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ഒരു 15 മിനിറ്റ് രാവിലെ ക്ലാസ്സുകൾ നേരത്തെ ആരംഭിക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ സമസ്തയ്ക്ക് അതിൽ അതൃപ്തി വരാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദ്രസയിലേക്ക് ദിവസം 2 മണിക്കൂറാണ് അവർക്ക് മതപഠനത്തിനായി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ഒരു 15 മിനിറ്റ് മുന്നോട്ട് മദ്രസ മുൻപ് നേരത്തെ വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് സമസ്ത ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇത്രയും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഈ മതപഠനത്തിനായി രാവിലെ ഒരു മണിക്കൂറും വൈകിട്ട് ഒരു മണിക്കൂറുമായി വേണമെങ്കിൽ സമസ്തയ്ക്ക് ഈ മതപഠനത്തിൻ്റെ സമയം ക്രമീകരിക്കാം. പക്ഷേ ഇവിടെ മദ്രസകളിലെ സമസ്ത അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവാത്തത്, പ്രവാചകൻ കൃത്യമായി പറയുന്നുണ്ട്, പഠിക്കാൻ അല്ലെങ്കിൽ പഠനത്തിന് ആവശ്യമായ സമയം അതിരാവിലെയാണ്. അതായത് സുബ്ഹി സമയം എന്ന് പറയും. സുബ്ഹി സമയം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുൻപുള്ള സമയം. ആ സമയത്ത് ഒരു നമസ്കാര കർമ്മമെല്ലാം ഉണ്ട്. ആ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങരുത് എന്ന ഒരു കൺസെപ്റ്റാണ് മതവിശ്വാസ പ്രകാരം മുസ്ലിങ്ങൾക്കുള്ളത്. കാരണം ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് പഠനത്തിന് വേണ്ടി ഉചിതമാണ് എന്നൊക്കെ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ മദ്രസകളും രാവിലെ, അതായത് പ്രഭാത സമയത്തിൽ വെക്കുന്നത്. പല സ്ഥലങ്ങളിലും സ്കൂളുകൾ ഉള്ള സമയത്ത് ഇപ്പോൾ ഈ 7 മണിക്കൊക്കെ ചില സ്കൂളുകളിൽ മതപഠനം കൂടി വരുന്ന സ്കൂളുകളിൽ 7 മണിക്കൊക്കെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്കൂളുകളുള്ള ഏരിയകളിൽ, അതായത് മദ്രസ 4 മണിക്ക് എടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഒരുവിധം ഭൂരിഭാഗം സ്ഥലങ്ങളിലും പ്രഭാത സമയത്താണ് മദ്രസ അല്ലെങ്കിൽ മതപഠനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ആ സമയം. അതിലേക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് ഈ സമസ്ത ഇങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ഇതുവരെ അതിൽ വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയിലേക്കൊന്നും വിഭാഗം പോയിട്ടില്ല എന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയണം. അവർ ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം ഇവർ പരാതി നൽകുക, ഇത് നടപ്പിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സമസ്തയ്ക്ക് ഇതിനോട് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട് എന്ന തരത്തിൽ ഒരു നിവേദനം കൊടുക്കുക മാത്രമല്ല ഇവിടെ ചെയ്തത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ ആരെയും എതിർപ്പ് പറയുന്നില്ല. ഇപ്പോൾ മത സംഘടനകൾക്ക് അവർ മതവിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള അവകാശ അധികാരങ്ങളുണ്ട്. അത് ആഷിക്കിനുണ്ട്, എനിക്കുണ്ട്. എൻ്റെ വിശ്വാസ പദ്ധതികൾ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറയാനുള്ള അവകാശ അധികാരമുണ്ട്. അതിന് ജനാധിപത്യത്തിൻ്റെ ഫ്രെയിംവർക്ക് നമുക്കിവിടെ ഉണ്ട് താനും. പക്ഷേ ഇവിടെ എന്താണ് പ്രതിസന്ധിയാവുന്നത്? ഒരു നാട്ടിൽ ഒരു മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പൊതുവിദ്യാഭ്യാസം എന്നുള്ളിടത്ത് ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് ആരുടെയൊക്കെ കാല് പിടിച്ചാലാണ് നടക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാദപൂജ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഗുരുപൂർണിമ ദിനത്തിൽ
ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത നിലപാടിലേക്ക് പോകുന്ന സമയത്ത് RSS അടക്കമുള്ള ആളുകളെ നമ്മൾ എതിർത്തതാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കാൻ, അത് നമ്മൾ എന്തുകൊണ്ടാണ് BJP അല്ലെങ്കിൽ RSS ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ടുവരുമ്പോൾ, ബീഫ് നിരോധനം വരുമ്പോൾ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ സമൂഹത്തിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറക്കുന്നത് മതരാഷ്ട്രവാദം ആയതുകൊണ്ടാണ്. അങ്ങനെയുള്ള രീതികളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനൊരു സെക്കുലർ സ്പേസ് തന്നെ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. മദ്രസകൾക്ക് ഇപ്പോൾ വൈകുന്നേരവും പ്രവർത്തിക്കാം. ഇനി ഞാൻ മദ്രസ വിദ്യാഭ്യാസത്തിന് പൂർണ്ണമായും എതിർക്കുന്ന ഒരാളാണ്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഒരു കുട്ടിക്ക് 18 വയസ്സ് എന്നുള്ളതാണ് ഒരാൾക്ക് കൺസെൻറ്റ്, സമ്മതം നൽകാനുള്ള അവകാശമായി കണക്കാക്കപ്പെടുന്നത്. ആ കുട്ടിക്ക് മതപഠനം വേണോ, മതവിശ്വാസിയാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആ കുട്ടിയുടെ തലച്ചോറ് ഉറയ്ക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന പ്രായത്തിൽ തീരുമാനിച്ചോട്ടെ. ഇപ്പോൾ സുംബ വിഷയത്തിലടക്കം ഇത് അടിച്ചേൽപ്പിക്കലാണ്, സുംബ ഒരു സാംസ്കാരിക അടിച്ചേൽപ്പിക്കലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മതസംഘടനകൾ അതിനെ എതിർക്കുന്നത്. അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മതവിദ്യാഭ്യാസം നടത്താൻ പോകുന്ന കുട്ടികൾ, ഞാൻ മതവിദ്യാഭ്യാസം ലഭിച്ച ഒരാളല്ല, പക്ഷേ എൻ്റെക്ക് പ്രായപൂർത്തിയായ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചിരുന്നു, നിനക്ക് ജാതിയോ മതമോ സർട്ടിഫിക്കറ്റിൽ ചേർക്കണമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ സോഫ്റ്റ്വെയറിൽ ഈ പറയുന്ന മതമോ ജാതിയോ ദൈവമോ ഇല്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഞാൻ വിശ്വാസികളെ എതിർക്കുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ മനുഷ്യവിരോധിയാണെന്നോ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആകത്തുകയിൽ എന്നെ ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. അപ്പോൾ മതവിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുന്നതാണെന്നാണ് ഒന്നാമത്തെ എൻ്റെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, പൊതുവിദ്യാഭ്യാസ തലത്തിലേക്ക് ഇതിനെ ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ വിഷയത്തിൽ ഈ വിഷയം കണ്ടു. അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഈ വിഷയത്തിൽ ഇതിനെ കണ്ടു. സുംബ വിവാദം വന്നു, അവിടെ പ്രശ്നമാകുന്നു. ഗണഗീതം പാടിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാദപൂജ ചെയ്യിക്കുന്നത്, ഇവിടെ എല്ലാം എന്താണ് പ്രശ്നം? ഞാനതിൽ മുസ്ലിം സംഘടനകളെ മാത്രം കോർണർ ചെയ്തല്ല സംസാരിക്കുന്നത്. ഏത് തരത്തിലും ഏതർത്ഥത്തിലും ഈ പൊതുവായി, അതായത് മനുഷ്യന്മാർ കൂടുന്ന, അതായത് ബഹുമതത്തിലുള്ള മനുഷ്യന്മാർ കൂടുന്ന ഇടങ്ങളിൽ മതം ഇടപെടാൻ പാടില്ല. അത് വലിയ വർഗീയതയിലേക്ക് നയിക്കും. നമ്മളിപ്പോൾ ഉള്ളത് പട്ടത്താണ്. പട്ടത്ത് തൊട്ടടുത്താണ് കേന്ദ്രീയ വിദ്യാലയം ഇരിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിൽ 2 ബാച്ചായിട്ടാണ് നടക്കുന്നത്. പുലർച്ചെ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ ഷിഫ്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ കുട്ടികളോട് പഠിക്കാനിരിക്കുകയാണ്. ആ കുട്ടികൾക്ക് ബോധമില്ലാത്ത കുട്ടികളാണോ? അങ്ങനെ ഇനി മതവിദ്യാഭ്യാസത്തിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ പൊതുവിദ്യാഭ്യാസത്തിനാണോ? ഇനി ഇതൊക്കെ പോട്ടെ, സമസ്ത ഇത് ഏതെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂളിൽ, CBSE സ്കൂളിൽ, ICC സിലബസ് ഉള്ള സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിൽ പോയത് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ കുതിര കയറാൻ പറ്റുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലാണെന്നുള്ള വ്യക്തമായ ധാരണയും ബോധവും ഇവർക്കുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഇതിപ്പോൾ അനുവദിച്ചാൽ നിങ്ങൾ ഗുരുപൂജയെ കാൽ കഴുകിയതിന് നിങ്ങൾ അനുകൂലിക്കേണ്ടി വരും. നാളെ ഇതല്ലെങ്കിൽ മറ്റൊന്നിനെ നിങ്ങൾ അനുകൂലിക്കേണ്ടി വരും. പക്ഷേ മനുഷ്യ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് പഠനം കൊടുക്കേണ്ടത് എന്ന ആ ഒരു സെന്റൻസിനെ ഞാൻ പൂർണ്ണമായി എതിർക്കുകയാണ്. കാരണം അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് പഠനം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയണം എന്ന് പറഞ്ഞിട്ടല്ലോ നമുക്ക് ഒരു അറിവുണ്ട്, അത് പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു ലോകത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ അറിയേണ്ട അല്ലെങ്കിൽ അവൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അവരുടെ സമ്മതം ചോദിച്ചിട്ടല്ല, മറിച്ച് അവർക്ക് ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ 5 വയസ്സ് മുതൽ തന്നെ ക്ലാസ്സുകളിൽ സ്കൂളിലേക്ക് വിടുന്നത്. അതിന് മുന്നേ 4 വയസ്സ് 3 വയസ്സിലൊക്കെ അംഗൻവാടികളിലേക്കെല്ലാം വിടുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ആ ഒരു അർത്ഥത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ കർമ്മങ്ങളും അതുപോലെ തന്നെ അവരുടേതായ വിശ്വാസങ്ങളുമുണ്ട്. അത് ഓരോ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഓരോ ജനിച്ചു വളരുന്ന ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതൊരിക്കലും അവരുടെ കൺസേൺ ചോദിച്ചിട്ടല്ല ആരും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ മനുജയ്ക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ മനുജ പറഞ്ഞതുപോലെ 10 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധി ഉറച്ചാൽ 18 വയസ്സ് കഴിഞ്ഞാലൊക്കെ ആ വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാം, ഞാൻ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മതം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അവന് ചിന്തിക്കാം. കാരണം അവന് വിവേകമായി, ബുദ്ധി ഉറച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പഠനം 10 വയസ്സ് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന ഒരു നിലപാടിൽ എനിക്ക് യോജിപ്പില്ല. വ്യക്തിപരമായി ഞാനും ഒരു മദ്രസകളിൽ പഠിച്ചതാണ്, മതത്തെപ്പറ്റി പഠിച്ചതാണ്. ഞാൻ അവിടെ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് പ്രയോജനം ചെയ്തതുമുണ്ട്, ചെയ്യാത്തതുമുണ്ട്. അപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്കതിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം അത് ഓരോ പേരൻസിൻ്റെയും കടമയാണ്. ഓരോ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നത്, അവർക്ക് ശരി എന്ന് തോന്നിയത് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒരു മതത്തെ എതിർക്കുന്ന ഒരാളാണ്, അവരുടെ മക്കൾ അത് പഠിക്കേണ്ട എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ പഠിച്ച എൻ്റെ ശരികളുണ്ടല്ലോ, അത് എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 10 വയസ്സ് കഴിഞ്ഞിട്ട് അത് മതി എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ആഷിഖിന്റെ വ്യക്തിപരമായ താല്പര്യം. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. നിങ്ങൾ അടിച്ചേൽപ്പിക്കലാണ്
സുംബയെന്ന് അടിച്ചേൽപ്പിക്കലാണ് ജെൻഡർ ന്യൂട്രൽ, അടിച്ചേൽപ്പിക്കലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിൽ ഇതും അടിച്ചേൽപ്പിക്കലാണ്. കാര്യം അവിടെ എനിക്ക് കുട്ടികൾ പോയിന്റ് ഉണ്ട്. കാരണം സുംബ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതൊരു അടിച്ചേൽപ്പിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കൃത്യമായി അത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങാതെ ഫോണുകളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് സ്കൂളുകൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് വളരെ അത്യാവശ്യം തന്നെയാണ്. കുട്ടികൾക്ക് ആരോഗ്യം, ഹെൽത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ല എനർജി ഉണ്ടെങ്കിലേ നന്നായി അവർക്ക് പഠിച്ചു വളരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സൂംബയൊക്കെ അത്യാവശ്യം തന്നെയാണ്. അതിന്റെ പേരിലുള്ള മതവിദ്യാഭ്യാസത്തെ ഉപമിക്കുന്നത് നോർമൽ എഡ്യൂക്കേഷനെയാണ്. ലോകത്തിൽ എത്രയധികം ഒരുപാട് മതങ്ങളും ഒരുപാട് വിവിധ മതരീതികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള മതരീതികൾ ഇവിടെ ഓരോ ഘട്ടത്തിലും ഓരോ തലമുറകളായിട്ട് പാസ് ചെയ്തു പോകുന്നത് മതവിദ്യാഭ്യാസം ആ തല ഉറയ്ക്കുന്നതിന് മുന്നേ കൊടുക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വിശ്വാസികൾക്കും മതം പഠിപ്പിക്കാനും പുരോഗതിയിലേക്ക് അവരുടെ ഇഷ്ടത്തിന് അത് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ ഒരു പൊതുവിടത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഠിച്ചിരുന്നത് ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു. അപ്പം എല്ലാ മാസവും കൃത്യമായി അൽഫോൺസാമ ദിനം എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൽഫോൺസാമ ദിനമാകുന്ന ദിവസം പാലായിലെ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ പൂർണ്ണമായി അതിനെ എതിർക്കുകയും ഞാൻ ഇതിൽ പോയിട്ടുമില്ല. ഞാൻ പഠിച്ച തൊട്ടടുത്ത് ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് എൻ്റെ +2 കാലഘട്ടത്തിൽ പഠിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതൊരു പള്ളിയുടെ സ്കൂളാണ്. പള്ളി സ്കൂളായതുകൊണ്ട് പള്ളിക്ക് അവധി കിട്ടുന്ന അല്ലെങ്കിൽ അവിടുത്തെ പെരുന്നാൾ ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം ഈ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സിസ്റ്റം. നോക്കൂ, ഇതൊക്കെ ഞാൻ അതിനൊന്നും പോകാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ എൻ്റെ തീരുമാനങ്ങളായിരുന്നു, അങ്ങനെ പോകണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ ക്ലാസ്സുകൾ മുടക്കിയാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് സമസ്ത ഈ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇനി പോവുകയാണെന്നുണ്ട്. കാര്യം ഇവിടെ മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട്. അവർ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അതിൻ്റെ ഭവിഷ്യത്തൊക്കെ നിങ്ങൾ കാണേണ്ടി വരും, സമരത്തിലിറങ്ങിയാണെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അതിനെ വഴിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ഘട്ടത്തിലും ഒരുപാട് കാര്യങ്ങളിൽ വഴിപ്പെടേണ്ടി വരും. നാളെ മറ്റൊരു ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സംഘടന വന്നിട്ട് അതിങ്ങനെയാണ് അതങ്ങനെയാണ്, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ എല്ലാ മതസംഘടനകൾക്കും അവധികളൊക്കെ കൊടുത്ത് തീർത്തിട്ടാണ് ആകെയുള്ള 10-200 ദിവസം ഈ പിള്ളേർന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോഴും വന്ന് ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല. മാത്രമല്ല മദ്രസകൾക്ക് ഇനി വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ തന്നെ അത് വൈകുന്നേരത്തേക്കിനാക്കിക്കൊണ്ടോ പൂർണ്ണമായ അർത്ഥത്തിൽ അത് മറ്റൊരു സമയത്തേക്ക് ക്രമീകരിച്ചുകൊണ്ടോ ഈ പൊതുവിദ്യാഭ്യാസത്തെ മതാത്മകമാക്കുന്നതിൽ നിന്നും ഒഴിവാക്കി വിടണം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം.